ഞങ്ങൾ പിറവത്ത് നിന്നാണ് വരുന്നത്. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടവക സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ചർച്ചാണ്. ഞാൻ 15 തവണ ഇപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ അൾത്താരയിൽ ഞാൻ പറയുന്ന 5ാമത്തെ സാക്ഷിയാണിത്. ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ മോന് കിട്ടിയ ഒരു സംരക്ഷണത്തിൻ്റെ സാക്ഷിയാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഒരു 2 മാസം മുമ്പ് ക്ലാസ്സിൽ IT ലാബിൽ ടീച്ചേഴ്സ് കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇൻസ്ട്രുമെൻ്റ് ബോക്സിലെ ഡിവൈഡർ എടുത്തിട്ട്, ഇരുമ്പിൻ്റെ സാധനമാണല്ലോ എല്ലാവർക്കും മനസ്സിലാകും, അത് എടുത്ത് സ്വിച്ച് ബോർഡിൽ കുത്തി സ്വിച്ച് ഓണാക്കി. പക്ഷേ പെട്ടെന്ന് ആൾ കൈയെടുത്തു, മൊത്തം കമ്പ്യൂട്ടറെല്ലാം ഷട്ട് ഡൗണായി, കുറച്ച് തീയൊക്കെ വന്നു, സ്പാർക്കായി. ക്ലാസ് ടീച്ചറും കുട്ടികളും അടക്കം എല്ലാവരും ഭയന്നു. എന്നെ പെട്ടെന്ന് എൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് പറയുകയാണ്, പെട്ടെന്ന് തന്നെ ഇവിടെ വരണമെന്ന് പറഞ്ഞു. അവർ കുറേ എക്സ്റ്റൻഷനിൽ വിളിച്ചിട്ട് എന്നെ കിട്ടാതെ ലാസ്റ്റ് എൻ്റെ ഓഫീസിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും അറിയില്ല, അവർ വിളിച്ച് പറയണതാണ് പെട്ടെന്ന് വരണം. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ മോനും എല്ലാം പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കൊച്ചിനൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ എന്തായാലും നിങ്ങൾ വന്നോന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൈയും കാലൊക്കെ ആകെ തളർന്ന് ഞാനാണ് കരയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ച് ചോദിച്ചു, നിങ്ങളെന്താ സത്യം പറയാം, എന്തെങ്കിലും കൊച്ചിന് പറ്റിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ സമ്മതിക്കണില്ല, അവർ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഒരു 10:45 11 മണി അത്തായപ്പോഴത്തേക്ക് ഞാൻ വേഗം ഇറങ്ങി. അപ്പോൾ പോരുന്ന വഴിയെല്ലാം ഞാൻ ഉടമ്പടിയിലാണെങ്കിലും എനിക്ക് പെട്ടെന്ന് മോൻ്റെ കാര്യം കേട്ടപ്പോൾ വേറെ എന്തൊക്കെയോ സംഭവിച്ചു എന്നൊരു ടെൻഷൻ എനിക്ക് കയറിയിട്ട് ഞാൻ എൻ്റെ ഫോണൊക്കെ സൈലൻറ്റിലല്ല, എയർപ്ലെയിൻ മോഡിലിട്ടു. ആരും എന്നെ വിളിക്കണ്ട, എൻ്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, അപ്പോൾ ഇനിയിപ്പോൾ എന്നെ ആരും വിളിക്കണ്ട, ഞാനും ഉണ്ടാവണ്ട എന്നുള്ളൊരു ചിന്തയൊക്കെയാണ് എൻ്റെ മനസ്സിട്ട് വരുന്നത്. അന്ന് രാവിലെ ഞാൻ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ഇറങ്ങുന്നത്. കൊച്ചിന് 7:45 ക്ലാസ് ഉണ്ട്, 10ലാണ്. അപ്പോൾ പുറത്തേക്ക് പോയി ഇറങ്ങി 2 വീലറിൽ ഇരുന്നതാണ്. ഞാൻ പോകാൻ ഇറങ്ങി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിലേക്ക് തൂക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ചെവിയുടെ തൊട്ടടുത്ത് നിന്നൊരു ശബ്ദം ഞാൻ ശരിക്കും കേട്ടു, അപകടം എന്നുള്ളത്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തത് എന്താവോ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് തോന്നിയതാണോ. ഞാൻ എന്നിട്ട് പുറത്ത് സിറ്റൗട്ടിൽ വന്നിട്ട് കൊച്ചിനെ വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഇതിനെ വിളിച്ചിട്ട് ഇതിൻ്റെ നെറ്റിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഈ ഉടമ്പടി തൈലം പൂശിയിട്ടാണ് വിടുന്നത്. അതിൻ്റെ ഒരൊറ്റ സംരക്ഷണം മാത്രമാണ്. കാരണം ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ഈ ടീച്ചർ അവിടെ അന്ന് കൂടെ ഉണ്ടായിരുന്ന ടീച്ചറിൻ്റെ കൈയും കാലും വേറെ അപ്പോഴും മാറിയിട്ടില്ല. എൻ്റെ കൊച്ചിൻ്റെ ക്ലാസ് ടീച്ചർ എന്നോടത്ത് പറയണത് ഇവൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്, ഇതൊന്നുമല്ല ഇവിടെ സംഭവിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ സമയമാണ്, അവർ സ്കൂളിലെ ഇലക്ഷൻ്റെ കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. സ്കൂൾ നിറച്ച് പോലീസുകാർ വയറുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടേക്കണു. ഇവർ പെട്ടെന്ന് ആരോ ചെയ്യുന്നത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. അവർ പറയുന്നത് ഇവിടെ ഈ സ്കൂളിന് തന്നെ അത്രയും വലിയ നാശനഷ്ടം സംഭവിക്കാവുന്ന രീതിയിലുള്ള ഒരു അപകടമാണ്. കൊച്ച് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അവൻ ചിലപ്പോൾ അതിൻ്റെ ക്യൂരിയോസിറ്റിക്ക് എന്തെങ്കിലും ചെയ്തതാണോ എന്താണെന്നറിയില്ല. ഇനി കൊച്ചിനെ കാണുമ്പോൾ ഇതിൻ്റെ കണ്ണൊക്കെ ഭയങ്കര റെഡിഷായിട്ട് മുഖം എല്ലാം വാടി വല്ലാത്തൊരു ട്രോമയിൽ നിൽക്കുക ഈ കൊച്ച്. എനിക്ക് സങ്കടം, ഞാൻ ഇതിനെ കെട്ടിപ്പിടിച്ച് കുറേ കരഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സ് പറയണ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, അമ്മയുടെ പ്രാർത്ഥനയുടെ തന്നെയാണ്. കാരണം ഇതൊരു പ്രാർത്ഥനയുടെ ഒരു വലിയ ശക്തി, ഒരു സംരക്ഷണം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഉടമ്പടി തൈലം തൂർത്താണ് ഞാൻ ഇന്ന് എൻ്റെ കൊച്ചിനെ പറഞ്ഞു വിട്ടത്. അപ്പോൾ അവർ പറയണത് അത് മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല, അല്ലെങ്കിൽ ഇതിലപ്പുറം വലുത് സംഭവിക്കേണ്ടതായിരുന്നു. ക്ലാസ്സിലുണ്ടായിരുന്ന ടീച്ചർക്ക് ശബ്ദിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്. അവരൊന്നും മിണ്ടണില്ല എന്നെ കാണുമ്പോൾ. HM പറഞ്ഞു ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്, അതുമാതിരി ഒരു അപകടം സംഭവിക്കേണ്ട അടുത്തുനിന്ന് ഒന്നുമല്ലാതെ നിസ്സാരമാക്കി, സിസ്റ്റമൊക്കെ അടിച്ചു പോയി എന്ന് എന്നോട് പറഞ്ഞത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് തോന്നുന്നു സിസ്റ്റം എല്ലാം പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായതാണ്, വേറൊന്നും ഇല്ല. അപ്പം ഞങ്ങളിങ്ങനെ പേടിച്ചു, ദൈവമേ ഇനി കൊച്ചിനും എന്തെങ്കിലും പറ്റി സ്കൂളിനും നമ്മൾ നാശനഷ്ടത്തിന് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ. ഒന്നുമില്ലാതെ അമ്മ ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സമാധാനമായിട്ട് പോക്കോ, കൊച്ചു ടെൻഷനായിട്ടിരിക്കുകയാണ്, അവനോടൊന്നും ഇനി പറയണ്ട, സമാധാനമായിട്ട് പോകും, അവനെന്തെങ്കിലും വെള്ളമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ സമാധാനമായിട്ട് പൊക്കോ, ഒന്നും പേടിക്കാനില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതെനിക്ക് ശരിക്കും മനസ്സിലാക്കി തന്ന എൻ്റെ അമ്മ ആ ഉടമ്പടി തൈലം തൂക്കാനും അപകടം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. രാവിലെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ മോനെ കിട്ടില്ലായിരുന്നു, സ്കൂളിനും എന്തെങ്കിലുമൊക്കെ പറ്റുമായിരുന്നു. മൊത്തം കുട്ടികൾ എല്ലാവരും വല്ലാത്തൊരു ഷോക്കിലായിപ്പോയി. ഈ ഒരു വലിയ അനുഗ്രഹ സാക്ഷ്യത്തിന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുകയാണ്. പിന്നെ അടുത്തത്, എനിക്ക് ഏകദേശം ഒരു 5 വർഷത്തിലേറെയായിട്ട് സെർവിക്കൽ സ്പോണ്ടിലോസിസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റ് ഓർത്തോയിഡ് എടുത്തിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് ഒന്നും ജോലി പോലും ചെയ്യാൻ പറ്റില്ല, പെയിന്
എനിക്ക് കിടക്കാൻ പറ്റില്ല. എണീറ്റ് നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ ബെഡിലേക്ക് കിടക്കാൻ പറ്റില്ല. കിടക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ കണ്ണ് നിറഞ്ഞൊഴുകുക, അതുമാതിരി പെയിനാണ്. ഒരു 2-3 വർഷം മുമ്പ് ഞാൻ കളരി വൈദ്യൻ്റെ അടുക്കൽ പോയി 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞ് പിറ്റേ വർഷം ആയുർവേദ ഡോക്ടറെ അടുക്കൽ പോയി തിരുമിച്ചു. എനിക്കൊരു കുറവുമില്ല. ചിലപ്പോൾ ഈ വേദന അങ്ങ് കൂടും. ഒരു 6 മാസം മുമ്പ് ഇതുപോലെ ശക്തമായിട്ട് പെയിൻ വന്ന് എൻ്റെ കഴുത്തൊക്കെ ഒരു വശത്തേക്കായി, കൈ പൊക്കാൻ പറ്റുന്നില്ല, അതുപോലെ പെയിൻ. ഞങ്ങൾ ഡോക്ടറെ അടുക്കൽ പോയി. അവർ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു നീർക്കെട്ട് ഇറങ്ങിയേക്കുന്നതാണ്. അപ്പോൾ കഴുത്തൊക്കെ വല്ലാത്ത രീതിയിലിരിക്കുന്നതുകൊണ്ട് അവർ പറഞ്ഞു ഫിസിയോതെറാപ്പിയുടെ അടുക്കൽ പോയി ഒന്ന് ഫിസിയോതെറാപ്പി ചെയ്യുക, എന്നിട്ട് 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അന്ന് ഒരു ദിവസം ചെയ്തു. പിറ്റേ ദിവസം ഞാൻ പോയില്ല, എനിക്ക് വേദന കുറയണില്ല. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കൊക്കെ എടുത്തു, ഓയിൽമെൻറ്റൊക്കെ തൂക്കും, എനിക്ക് വേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഉടമ്പടിയിലാണ്. പല പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴൊക്കെ ഞാൻ ഈ ഒരു സെയിം നിയോഗം എഴുതാറുണ്ട്. അപ്പോൾ അച്ഛനിവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ ഈ സെയിം നിയോഗം ഒരു പ്രാവശ്യം അമ്മയ്ക്ക് കൊടുത്താൽ പിന്നെ വീണ്ടും വീണ്ടും എഴുതണ്ട. അപ്പം ഞാൻ പിന്നെ അത് എഴുതാതെയായി. ഞാനിങ്ങനെ പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കുക, എനിക്ക് ഈ വേദന, എനിക്ക് ജോലി ചെയ്യണമല്ലോ, എൻ്റെ കുടുംബം നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഈ വേദനയൊന്ന് മാറ്റി തരണേ അമ്മയെന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. സന്ധ്യയ്ക്ക് പ്രാർത്ഥന ചെല്ലാനിരുന്നിട്ട് എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല, അതുപോലെ എനിക്ക് ശ്വാസം പോലും എടുക്കാൻ പറ്റില്ലാത്ത രീതിയിലുള്ള പെയിൻ. ഞാനിപ്പോൾ പെട്ടെന്ന് ചെന്ന് ഈ സ്റ്റെപ്പയിൽ ഓയിൽമെൻറ്റ് ഇരിക്കുകയായിരുന്നു, അതെടുത്ത് പെരട്ടി. അത് പെരട്ടുമ്പോൾ കുറച്ച് ഒരു പുകച്ചിൽ കിട്ടിയ ഒരു ആശ്വാസം. പക്ഷേ ഇത് പെരട്ടിയപ്പോൾ എനിക്ക് വേദന കൂടുക, എനിക്ക് ചങ്ക് പൊട്ടി ഞാൻ കരയുക. ഞാൻ അമ്മയുടെ നേരെ നോക്കിയിട്ട് ഞാൻ ചോദിച്ചു, എത്ര വർഷമായിട്ട് നിന്നോട് പറയണേ ഈ വേദനയൊന്നും മാറ്റിത്തരാൻ പറ്റണില്ലേ, ഞാൻ നിൻ്റെ മോളല്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ കരയുക. ഞാൻ പെട്ടെന്ന് എൻ്റെ ഡ്രസ്സ് കൊണ്ട് തന്നെ ഈ ഓയിൽമെൻറ്റ് തുടച്ച് മാറ്റിയിട്ട് കൃപാസനത്തിൽ തൈലം കയ്യിലിട്ട് കുടഞ്ഞിട്ടു. കുറച്ചധികം എടുത്ത് വെച്ച് ഞാൻ എൻ്റെ ഇവിടെ കഴുത്തിൻ്റെ ഇവിടെ അങ്ങ് തൂക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു പൊള്ളൽ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ഓയിൽമെൻറ്റ് പുരട്ടേണ്ടി ആയിരിക്കും എന്ന് കരുതി ഞാൻ എന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാം. നല്ല പൊള്ളലെന്ന് പറഞ്ഞാൽ അതുമാതിരി ഒരു ശക്തമായിട്ടൊരു പൊള്ളലാണ്. ഞാൻ എന്നിട്ട് രാത്രി പോയി കിടന്നു. നേരം വെളുത്തപ്പോഴത്തേക്ക് എനിക്ക് ആ വേദന അങ്ങോട്ട് മാറി. ഒരു ചെറിയൊരു നീറ്റൽ പോലെയുള്ളൂ. ആ നീറ്റൽ പോലെ തോന്നി. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ എന്ത് വേദന വന്നാലും ഞാൻ ഡോക്ടറെ കാണില്ല, ഇതിൻ്റെ പേരിൽ ഞാൻ ഡോക്ടറെ കാണില്ല, ഓയിൽമെൻറ്റ് പറ്റില്ല, ഒരു പെയിൻ കില്ലർ ഞാൻ കഴിക്കില്ല, ഇതോടുകൂടി നീ എനിക്ക് വേദന മാറ്റി തരണമെന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു വേദന, പൊടിക്കൊരു വേദനയുള്ളൂ. അതിനുശേഷം ഇപ്പോൾ 6 മാസത്തിലേറെയായി ഞാൻ ഈ ഒരു കാര്യത്തിന് ഒരു മരുന്നെടുക്കുകയോ ഓയിൽമെൻറ്റ് പുരട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു വേദന അതിനുശേഷം എനിക്കുണ്ടായുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുമ്പോൾ ചെറിയൊരു നീരിൻ്റെ ഇറക്കത്തിൻ്റെ ഒരു പൊടി വേദന, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല. അത് ഏകദേശം 5-6 വർഷം അത്രത്തോളം മരുന്നുകളും ട്രീറ്റ്മെൻറ്റും പൈസയും ഞാൻ മടക്കിയിട്ടുള്ളതാണ്. എനിക്ക് ജോലി പോലും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ജോലി പോലും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പലപ്പോഴും ജോലിക്ക് പോകാതെ ഇങ്ങനെ അവശതയിലൊക്കെ കിടന്നിട്ടുണ്ട് ഞാൻ. ഈ ഒരു വലിയ അനുഗ്രഹവും അമ്മ എനിക്ക് തന്ന ഈശോ തിരുകുമാരൻ എന്ന് വാങ്ങിത്തന്നാണ്. ഇതിന് ഞാൻ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരിപ്പോൾ എൻ്റെ ഓഫീസിലാണെങ്കിലും 1-2 ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, കൂട്ടുകാരികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് ചെറിയ നിസ്സാര ശമ്പളത്തിലൊക്കെയാണ് ഞാൻ ജോലി ചെയ്യണം. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരിക്കുന്നവർക്ക് 1-2 പൊതി ഫുഡൊക്കെ ഞാൻ രാവിലെ നേരം കാപ്പിയുടെയൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ മാസവും വന്ന് പത്രം മേടിച്ചുകൊണ്ട് വന്ന് ക്രൈസ്തവ മേഖലയിലും അക്രൈസ്തവ മേഖലയിലും, അപ്പോൾ അത് ഞങ്ങളുടെ അനുഭവം പറഞ്ഞ് തന്നെയാണ് ഞാൻ കൊടുക്കാറ്. ഇപ്പോൾ ഒരുപാട് പേരിരിക്കുകയാണെങ്കിലും ഈ പത്രം കൊടുത്ത് തീർക്കണമല്ലോ എന്ന് കരുതി ചിലപ്പോൾ 2, 3, 4 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ തീർക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നണം ഇവർക്ക് കൊടുക്കാം, അല്ലെ ഇവർക്ക് കൊടുക്കണമെന്ന് തോന്നുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറില്ല. എല്ലാവർക്കും ഓടി നടന്ന് പത്രം ഇതാണെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ മാക്സിമം കുമ്പസാരിക്കാറുണ്ട്. മാക്സിമം കാര്യങ്ങളെല്ലാം ഉടമ്പടി പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും തന്നെ മാക്സിമം ഞാൻ ചെയ്തു പോകാറുണ്ട്. ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. ജിനിമോൾ എന്ന ഈ സഹോദരി തനിക്കും തൻ്റെ മകനും ലഭിച്ച 2 വലിയ ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തേത് മകന് സ്കൂളിൽ വെച്ചുണ്ടായ ഒരു ആകസ്മികമായ അപകടമാണ്. ഇൻസ്ട്രുമെൻ്റ് ബോക്സിലെ കോമ്പസ് ഇരുമ്പ് ഉള്ള ഉപകരണം അതെടുത്ത് സ്വിച്ച് ബോർഡിൽ പ്ലഗിൽ കുത്തുകയും അത് ആ സ്കൂളിൻ്റെ മുഴുവൻ ഇലക്ട്രിസിറ്റി ഫെയിലാകുന്ന വിധം അത്ര വലിയ കറണ്ട് പാസും ഷോർട്ടേജുമായി തീരുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും മകന് പോറൽ പോലും ഏൽക്കാതെ ഒരു അപകടവും വരാതെ മകനെ സംരക്ഷിച്ചു. അതോടൊപ്പം തന്നെ ആ സ്കൂളിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ ലാബ്, മറ്റ് ഉപകരണങ്ങൾ, വൈദ്യുതിക ഉപകരണങ്ങൾ ഒന്നിനും കേടുപറ്റാതെ സംരക്ഷിച്ചതിനെയാണ് മകൾ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണം എന്നതാണ് കൃപാസന മാതാവ് ഈ എൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൈമാറിയ സന്ദേശം. അത് അമ്മയെ തേടി വരുന്ന ഏതൊരു ജീവിതത്തിൻ്റെ ഏതൊരു ദുരന്തത്തിനും
അമ്മ കാവലായി ഉണ്ടാകുമെന്നും കാത്തുകൊള്ളുമെന്നും അമ്മയിൽ സംശയിക്കാതെ നിയോഗം വയ്ക്കുന്നവരുടെ അവിചാരിതമായി ആകസ്മികമായി വരുന്ന ജീവിത പ്രശ്നങ്ങൾക്ക് അമ്മ തന്നെ കരുത്തായും കരുതലായും അമ്മ ജീവനും ജീവിത സാഹചര്യവും ഉയർത്തി ഒരുക്കി കൊടുത്ത് സംരക്ഷിക്കുമെന്ന് നമുക്ക് ഓരോ സാക്ഷ്യത്തിലൂടെയും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത് വലിയൊരു അപകടമായി തീരാവുന്ന, പലർക്ക് അപകട മരണം സംഭവിക്കാമായിരുന്ന ഏറെ ക്ലേശിതമായ ഒരു സാഹചര്യത്തിലാണ് ഒരാൾക്ക് പോലും ഒരു അപകടവുമില്ലാതെ നാശനഷ്ടമില്ലാതെ ഈ മകനെയും ആ സ്കൂളിനെയും അമ്മ സംരക്ഷിച്ചതിനെ ഈ കുടുംബം ഈ അൾത്താരയിൽ ഏറ്റുപറയുന്നത്. സഹോദരി സൂചിപ്പിച്ചു, അത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപകടമെന്നൊരു സ്വരം ആവർത്തിച്ചതിൻ്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുകയും അത് അമ്മയുടെ സന്ദേശമായി തന്നെ കണ്ടുകൊണ്ട് ആർക്കാണ് എന്താണ് അപകടമെന്ന് പോലും അറിയില്ലെങ്കിലും തിരികെ അകത്ത് കയറി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലമെടുത്ത് കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പിന്നീട് മുന്നോട്ട് പോയതെന്ന അമ്മയുടെ സംരക്ഷണമാണ് മണിക്കൂറുകൾക്ക് മുമ്പ് അപകടം എന്ന് ഓർമ്മിപ്പിക്കുകയും അമ്മയുടെ സംരക്ഷണയിലേക്ക് ചേർത്ത് പിടിക്കുകയും അപകട സമയത്ത് പോറൽ പോലും ഏൽക്കാതെ കാക്കുകയും ചെയ്തത്. അതുതന്നെ മകളുടെ രോഗക്ലേശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഏറെ പണം മുടക്കി, ഏറെ വേദന തിന്നു, ഒത്തിരി നാൾ രോഗവുമായി അലഞ്ഞു തിരിഞ്ഞു. ഒടുവിൽ അമ്മയുടെ കരങ്ങളിലേക്ക് അത് പൂർണ്ണമായി വിട്ടുകൊടുത്താണ് പ്രാർത്ഥിക്കുന്നത്. അമ്മയ്ക്ക് ഒരു മകളെന്ന രീതിയിൽ എന്നോട് സ്നേഹമില്ലേ? എത്ര നാളായി ഞാനിതിൽ ക്ലേശിക്കുന്നു, എനിക്ക് വേദനയിൽ നിന്ന് വിമുക്തി വേണം. അത് മരുന്ന് തൂത്തുകളഞ്ഞ് തൈലം പൂശി അന്ന് കിടന്നുറങ്ങി പ്രാർത്ഥിച്ചുറങ്ങിയിട്ട് മകൾ പറയുന്നുണ്ട്, അടുത്ത ദിവസം മുതൽ ഇപ്പോൾ 6 മാസം വരെ പിന്നീട് ഒരിക്കലും ആ തീവ്രമായ വേദന, അതിഷ്ണമായ വേദന, നിരന്തരം ജീവിതത്തെ ഉലച്ചുകൊണ്ടിരുന്ന വേദന അത് എന്നേക്കുമായി മാറുകയും സാധാരണ ജീവിതത്തിലേക്ക് മകളെ നയിക്കുകയും ചെയ്തതെന്നാണ്. പ്രിയമുള്ളവരെ, അമ്മയുടെ അരികിൽ ജീവിതത്തിൻ്റെ ദുരിതം എന്താണോ ആ ദുരിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മ കൂടെ നിന്ന് നമ്മുടെ ജീവിതത്തെ സംരക്ഷിക്കുകയും ആപത്തുകളിൽ നിന്ന് കരകയറ്റുകയും കണ്ണീരൊപ്പിക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്തു തരുവാൻ ഈശോയുടെ മാധ്യസ്ഥം വഹിച്ച് നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.